ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരം ബോധമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സിദ്ധുവിനെ വിളിച്ച് ദേവിക പറയാണ്. അങ്ങനെ ഫോൺ വെച്ച ശേഷം സിദ്ധു നേരെ നിരഞ്ജനെ വിളിക്കുകയാണ്. അപ്പോൾ നിരഞ്ജൻ ദേവികയെ ഫോൺ വിളിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം, പക്ഷേ ദേവിക എൻ്റെ ഫോൺ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണം, അതൊന്നും ഇപ്പോൾ നോക്കണ്ട, എന്തായാലും ദേവിക ഫോൺ എടുക്കാതിരിക്കില്ല, നിരഞ്ജൻ സാറ് വിളിച്ചോ എന്ന് പറയണം. അങ്ങനെ നിരഞ്ജൻ ദേവികയ്ക്ക് ഫോൺ വിളിക്കാൻ നിൽക്കുകയാണ്. സിദ്ധു ദേവികയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നിട്ട് നിരഞ്ജൻ ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ദേവികയ്ക്ക് നിരഞ്ജൻ്റെ കോള് കാണുമ്പോൾ എടുക്കാൻ ഒരു മടിയോട് കൂടി നിൽക്കുമ്പോൾ നിത്യ അവിടേക്ക് വരികയാണ്. ഫോൺ എടുക്ക് ഏട്ടത്തി എന്ന് പറയുമ്പോൾ അത് നിരഞ്ജൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് നിത്യ സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ട് ദേവിക അച്ഛന് എന്ന് ചോദിച്ചപ്പോൾ നിത്യ പറയണേ, ഞാനാണ് നിത്യയാണ്, ദേവിക ഏട്ടത്തി അല്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇതുവരെയും ബോധം വന്നിട്ടില്ല, എങ്കിൽ ഷുഗർ പേഷ്യൻ്റ് അല്ലേ അച്ഛൻ, അതുകൊണ്ട് ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ നാവിൽ കുറച്ച് തേനുണ്ടെങ്കിൽ തേന് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഷുഗർ ഇട്ട് അത് അലിയിച്ച വെള്ളം ഒന്ന് നാവിൽ തൊട്ട് കൊടുക്കണം, അല്ലാതെ നേരിട്ട് ഒരിക്കലും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ നിത്യ ദേവികയോട് ഇക്കാര്യം പറയാണ്. അപ്പോൾ ദേവിക പെട്ടെന്ന് പോയി തേൻ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശിയും പാർവതിയും മനോഹരേട്ട എണീക്ക്, എൻ്റെ മോനെ നീ ഒന്ന് കണ്ണ് തുറക്കി, എന്താടാ മനോഹരൻ നിനക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കരയാണ്. അപ്പോൾ ദേവിക ഈ തേനുമായിട്ട് ചെല്ലുന്ന സമയത്ത് പാർവതി അങ്ങ് ദേഷ്യത്തിൽ എന്താടി ഇത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അച്ഛന് ഷുഗർ പേഷ്യൻ്റ് അല്ല, അപ്പോൾ നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞു ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയതായിരിക്കുന്നു, അപ്പോൾ കുറച്ച് തേന് നാവിൽ പുരട്ടി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല നീ എൻ്റെ മോനെ കൊന്നു, ഇനി എൻ്റെ ഭർത്താവിനെ കൂടി കൊല്ലാനാണോടി നിൻ്റെ തീരുമാനം എന്ന് ചോദിച്ച് ദേഷ്യപ്പെടാണ്. അതമ്മേ, ഡോക്ടർ നമ്മുടെ ശത്രുവൊക്കെ ആയിരിക്കും, പക്ഷേ നിരഞ്ജൻ ഡോക്ടർ ഒരു ഡോക്ടറല്ലേ, അപ്പോൾ അതുകൊണ്ട് അച്ഛനൊരു ഷുഗർ പേഷ്യൻറ്റുമാണ്, പെട്ടെന്ന് ഡൗൺ ആയതാവും ഷുഗർ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ഭർത്താവിനെ ആരും അങ്ങനെ ചികിത്സിക്കേണ്ട, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം അവർ ചികിത്സിച്ചോളും, അല്ലാതെ നിൻ്റെ ഈ ഒരു തേനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ദേവികയുടെ കയ്യിലുള്ള തേന് വാങ്ങിയിട്ട് അങ്ങ് വലിച്ചെറിയുകയാണ്. അപ്പോൾ ശരത്ത് അവിടേക്ക് വരികയാണ്. എന്നിട്ട് ശരത്ത് പറയാണ്, അല്ല നമ്മളിപ്പോൾ പെട്ടെന്ന് അറിയാതെ ഓരോന്ന് ചികിത്സിക്കാനൊന്നും നിൽക്കണ്ട, നമുക്ക് പരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷം പോരെ, വെറുതെ അങ്ങനെയൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറയണേ, എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തോളാം, നീ വെറുതെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് നിത്യയും ശരത്തിനോട് ദേഷ്യപ്പെടാട്ടോ. അപ്പോൾ പാർവതി പറയണ, അങ്ങനെ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ ആരും ചികിത്സിക്കേണ്ട, എൻ്റെ ഒരു അച്ഛൻ എൻ്റെ ഭർത്താവായിട്ടല്ലടി നിൻ്റെ അച്ഛനായത് എന്ന് പറഞ്ഞ് നിത്യയോടും ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് പാർവതി തേന് നാവിൽ തൊട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. മനോഹരേട്ടന് ഇങ്ങനെ ഒരു ഗതി വന്നത് നീ കാരണമാണടി എന്ന് പറഞ്ഞ് ദേവികയെ വീണ്ടും പാർവതി കുറ്റപ്പെടുത്താണ്. അപ്പോൾ ശരത്ത് പാവത്തിൻ്റെ പോലെ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ നിത്യ പറയണ, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, മിണ്ടി പോകരുത്, എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലേ നിനക്കും എനിക്കും മാത്രമാണ് നഷ്ടമുണ്ടാവുക, വിരുന്നുകാരൊക്കെ അങ്ങ് പൊടിയും തട്ടിപ്പോ, എന്താടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, പോയി വണ്ടി വിളിച്ചുകൊണ്ട് വാടി, അല്ലെങ്കിൽ ഇങ്ങനെ ഓടുന്നത് കാണാലോ, ഇപ്പം എന്താ നിനക്കിങ്ങനെ നോക്കി നിൽക്കുന്നത്, പോയി വണ്ടി വിളിച്ചുകൊണ്ട് വാടി എന്ന് പറഞ്ഞ് ദേവികയെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവികയെ പാർവതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും പാർവതി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതൊക്കെ കാണുമ്പോൾ ശരത്ത് ഉള്ളുകൊണ്ട് വല്ലാതെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തിൽ നിൽക്കണം. ഈ സമയം സിദ്ധു ദേവികയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ചന്ദ്ര അവിടേക്ക് വരുന്നത്. എന്നിട്ട് ചന്ദ്ര പറയുന്നു, ഒന്നവിടെ നിന്ന് എവിടേക്കാണാവോ ഈ ധൃതി പിടിച്ചു പോകുന്നത്, അത് ചോദിക്കാൻ നീ ആരാടി, ഇങ്ങനെ ഒച്ചെടുത്ത് സംസാരിക്കേണ്ട, എനിക്ക് ചെവി കേൾക്കാം, പതിയെ സംസാരിച്ചാൽ മതി, എനിക്കറിയണം നിങ്ങളിപ്പോൾ ഈ സമയത്ത് എവിടേക്കാണ് പോകുന്നതെന്ന്, അത് നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ല, എങ്കിൽ അത് എന്നോട് പറയണം, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഭാര്യയോ, അത് പറയാൻ നിനക്ക് നാണമില്ലടി, ഇത്രയൊക്കെ ആയിട്ടും ഞാൻ കുറേ ആയി എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് സഹിക്കുന്നു, ഇനി എന്നെ കൊണ്ട് അതിന് കഴിയില്ല, മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്നും എവിടേക്കും പോവില്ല എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ കയ്യിലുള്ള ചാവി അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് ചന്ദ്രലേഖ. അപ്പോൾ സിദ്ധു, മര്യാദയ്ക്ക് എൻ്റെ ചാവി ഇങ്ങ് തന്നു, ഇല്ല നിങ്ങളിപ്പോൾ എവിടേക്കാണ് വേണ്ടി പോകുന്നത്, എവിടേക്കാണെങ്കിലും ഞാനത് സമ്മതിക്കില്ല, നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, ദേവികേനെ അല്ലേ നീ ഉദ്ദേശിച്ച്, അതെ ദേവികയെ തന്നെയാണ്, എങ്കിൽ എനിക്കൊന്ന് അറിയണം, നിങ്ങൾക്ക് ഇപ്പോഴും എന്നെയാണോ കൂടുതൽ വേണ്ടത് അതോ ദേവികയാണോ വേണ്ടത് എന്നുള്ളത്, അതിലെന്താടി ഇത്ര സംശയം ഇരിക്കുന്നത്, എനിക്ക് ദേവികയെ തന്നെയാണ് പ്രാധാന്യമുള്ളത്, അവളുടെ ഒരു മുടിനാരിൻ്റെ അത്ര പോലും പ്രാധാന്യം നിനക്കില്ലടി എന്നെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് മര്യാദയ്ക്ക് ചാവി തന്നോളണം. അപ്പോൾ ചന്ദ്ര അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണേ, കുറേയായി ഞാൻ എല്ലാം സഹിക്കുന്നു, ഇല്ല ഇത് ഞാൻ സമ്മതിക്കില്ല, ഇനി ഞാൻ എന്നെ അവഗണിക്കുന്നത് അത് സഹിക്കില്ല, ഞാൻ കുറേയായി ക്ഷമിക്കുന്നു, ഇനി ഞാൻ എന്നെ ഇങ്ങനെ അവഗണിച്ചാൽ അവളെ ഞാൻ ഇല്ലാതാക്കാനും മടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ധുവിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന്
ചെയ്ത് കാണിക്കടി. എൻ്റെ പല ഭീഷണികളും ഞാൻ അങ്ങനെ സഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ക്ഷമിക്കില്ല. നിന്നെ ഞാൻ അപ്പോൾ വെറുതെ വിടാനും പോകുന്നില്ല. ധൈര്യമുണ്ടെങ്കിൽ നീ ദേവികയെ ഒന്ന് കൊന്നു കാണിക്കടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് രംഗനും അച്ഛനും കൂടി വരികയാണ്. എന്താണ് ഇവിടെ ഒരു പ്രശ്നം, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ ഞാനൊന്ന് പുറത്തു പോവുകയാണ്, പക്ഷേ ഇവൾ അതിനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ പുറത്തൊന്നും അല്ല പോകുന്നത്, എനിക്കറിയാം, അവളുടെ വീട്ടിലേക്കാണ്. ആരുടെ? ദേവികയുടെ വീട്ടിലേക്ക്. അതെ അച്ഛാ, ഞാൻ ദേവികയുടെ വീട്ടിലേക്ക് തന്നെയാണ്. അവിടെ അച്ഛൻ എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. എന്താണെന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇവൾ അതിന് സമ്മതിക്കുന്നില്ല. ഇവൾ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നതൊക്കെ ഇവളുടെ വെറും അഭിനയമാണ്. ഞാൻ എന്തായാലും പോകുമെന്നുള്ളത് ഇവൾക്കറിയാം. പക്ഷേ ഇവിടെ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കുകയാണ്. എൻ്റെ ചാവി ഇവൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്നല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്ന് വീണ്ടും ചന്ദ്ര പറയുമ്പോൾ രംഗം പറയാണ്, എന്തിനാണ് വെറുതെ ചന്ദ്ര നീ പ്രശ്നമുണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ നീയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പറയുന്നതൊക്കെ നീ അനുസരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് വെറുതെ സിദ്ധുവിനെ തടയാൻ വേണ്ടി നിൽക്കുന്നത്? അപ്പോൾ അച്ഛനും പറയാണ്, എന്തിനാണ് മോളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ ചാവി അങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര എങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആ ചാവി എടുത്ത് നിലത്തേക്ക് ഇടുകയാണ്. അപ്പോൾ സിദ്ധുവിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ചാവിയല്ലേ വേണ്ടത്, ഇതാ കിടക്കുന്ന നിലത്ത് എടുത്തോ എന്ന് പറയുമ്പോൾ സിദ്ധു ദേഷ്യം പിടിച്ചിട്ട് പല്ല അമർത്തുകയാണ്. എന്നിട്ട് ആ ചാവി എടുക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പം അതിനുള്ള സമയമില്ല, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് സിദ്ധു ചാവി എടുത്തുകൊണ്ട് മനോഹരൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ചന്ദ്ര പറയണേ, ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് അച്ഛനൊക്കെയാണ്, എന്തിനാണ് ഇപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി അനുവദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, അത് നീ ഇപ്പോൾ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. സിദ്ധു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിനക്കും അറിയാം. നിനക്ക് ദേവികയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പക്ഷേ സിദ്ധുവിന് അങ്ങനെയല്ല. ആ വീടിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. അതൊരിക്കലും തീർത്താ തീരാത്തത് തന്നെയാണ്. പിന്നെ നീ എല്ലാതും ഒരേ കണ്ണോടുകൂടി കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണ് ആദ്യം മാറ്റേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് സിദ്ധു നിനക്കും വിട്ടുതരില്ല എന്ന് രംഗം പറഞ്ഞപ്പോൾ നിന്നെ എന്തായാലും സിദ്ധു ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഈ ഒരു പെണ്ണിൻ്റെ ശക്തി എന്താണെന്നുള്ളത് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. നീ എന്ത് തന്നെ ചെയ്താലും ഒരു രക്ഷയുമില്ല. സിദ്ധുവും നിനക്ക് വിട്ടു തരാൻ പോകുന്നില്ല. അതെ, സിദ്ധു വിട്ടു തന്നില്ലെങ്കിൽ എനിക്കറിയാം, ഞാൻ എന്തായാലും ദേവികയ്ക്ക് സിദ്ധുവിനെ വിട്ടുകൊടുക്കില്ല. അത് ഏതറ്റം വരെ പോയാലും ശരി, ഞാൻ ഡിവോഴ്സിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഡിവോഴ്സ് എങ്ങനെ വാങ്ങിച്ചെടുക്കണം എന്നുള്ളത് അത് സിദ്ധുവിനറിയാം. പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ രംഗം പറയണേ, നീ തന്നെയല്ലേ നിൻ്റെ കുഴി തോണ്ടിയത്? ഈ വീട്ടിലുള്ള എല്ലാവരോടും ശത്രുക്കളെ പോലെ പെരുമാറിയിട്ട് എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ എല്ലാവരും നിന്നെ അങ്ങ് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ തന്നെയല്ലേ നിൻ്റെ കുഴി തോണ്ടിയത്? അപ്പോൾ ചന്ദ്ര, ഞാനേ കുഴി തോണ്ടിയിട്ടുണ്ടെങ്കിൽ ആ കുഴി മൂടാനും എനിക്കറിയാം. അപ്പോൾ രംഗം പറയണേ, നീ വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ ഉറങ്ങാൻ നോക്കിക്കോ. പ്രേമ നല്ല ഉറക്കത്തിലാണ്. പ്രേമ ഉണർന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് കുട്ടി പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞു വിടണം. അപ്പോൾ ചന്ദ്ര ഇത് വിട്ടുകൊടുക്കില്ല. ഇനി ഞാൻ രംഗത്തിറങ്ങുകയാണ്. ഞാൻ എന്തായാലും സിദ്ധുവിനെയും ദേവികയും ഒന്നിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു ദേഷ്യത്തിലാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അച്ഛൻ രംഗനോട് ചോദിക്കുകയാണ്, അല്ല ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? പെട്ടെന്നൊരു ഭാവവ്യത്യാസം. ഇത്രയും ദിവസം ഒതുങ്ങി നടന്നതായിരുന്നല്ലോ, ഇപ്പോൾ എന്താ വീണ്ടും അവൾ പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങുകയാണോ? അപ്പോൾ രംഗം പറയണേ, വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ല അച്ഛ പറയാ. അവൾ തന്നെ അവളുടെ ഓരോ കാര്യത്തിനും തുടക്കമിടുകയാണ്. അല്ലാതെ അവൾക്കുണ്ടോ സിദ്ധു എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ പോകും? അവളുടെ ഈ തുള്ളിച്ചാട്ടമൊക്കെ സിദ്ധു തന്നെ നിർത്തിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് രംഗം പോകുന്നത്. ഈ സമയം നിരഞ്ജൻ മനോഹരൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അക്ഷര ചോദിക്കുകയാണ്, ഞാൻ കൂടി വരണോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ജയശങ്കർ അവിടേക്ക് വരുന്നത്. എവിടേക്കാണ് ഈ രാത്രിയിൽ നിരഞ്ജൻ പോകുന്നത്? അപ്പോൾ മനോഹരൻ ഇങ്ങനെ സുഖമില്ലാതായിട്ടുണ്ട്, ബോധം കേട്ടു എന്ന് പറഞ്ഞ് ദേവിക വിളിച്ചിട്ടുണ്ടായിരുന്നു സിദ്ധുവിനെ എന്ന് പറഞ്ഞപ്പോൾ, നീ അവിടേക്ക് വെറുതെ പോവേണ്ടതില്ല. വെറുതെ അവിടെ പോയിട്ട് അവരുടെ ആ വീട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കണോ? പിന്നെ മനോഹരന് എന്തെങ്കിലും പറ്റിയാൽ അത് പിന്നെ നിൻ്റെ പെരടിയിലാണ് ഉണ്ടാവുക. നീയാണ് മനോഹരനെ കൊന്നത് എന്ന് പോലും പറഞ്ഞുണ്ടാക്കാൻ ആ വീട്ടുകാർക്ക് ഒരു മടിയും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ പോവണ്ട എന്ന് ജയശങ്കർ പറയുമ്പോൾ, ഇല്ല സാർ, മനോഹരന് ഒന്നും സംഭവിക്കില്ല. ഞാൻ എന്ത് വില കൊടുത്തും മനോഹരനെ ഞാൻ രക്ഷിച്ചിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ പേരിൽ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ദേവികയ്ക്കുണ്ട്. അതുകൊണ്ട് ഇത് ദൈവമായിട്ട് ഒരുക്കിയ അവസരമാണ്. ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ എങ്ങനെയെങ്കിലും മനോഹരനെ രക്ഷപ്പെടുത്തും. ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ജയശങ്കർ പറയുന്നതൊന്നും കേൾക്കാതെ നിരഞ്ജൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അക്ഷരയും പറയുന്നുണ്ട്, അച്ഛൻ
വെറുതെ അവരെ തടയാനൊന്നും നിൽക്കണ്ട. കാരണം അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ പോകുന്നത് ഒരു ഡോക്ടറായിട്ടാണ്, അല്ലാതെ പരിചയം പുതുക്കാനല്ല. അച്ഛൻ വെറുതെ തടയാൻ നിൽക്കണ്ട എന്ന് അക്ഷരയും പറയണം. അങ്ങനെ നിരഞ്ജനും സിദ്ധുവും കൂടി നേരെ മനോഹരൻ്റെ വീട്ടിലെത്താണ്. ഈ സമയം ശരത്ത് വണ്ടി വിളിക്കാനാണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് പ്രഭാവതിയെ ഫോൺ വിളിക്കുകയാണ്. അമ്മേ, നിത്യയുടെ അച്ഛൻ ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് കേട്ടപ്പോൾ പ്രഭാവതിക്ക് അങ്ങ് വിശ്വാസം വരുന്നില്ല. എന്തു പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും അറിയില്ല, ബോധം ഇതുവരെയും വന്നിട്ടില്ല, ഞാൻ വണ്ടി വിളിക്കാനാണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്തായാലും എനിക്കിട്ട് എന്തോ ഒന്ന് സിദ്ധുവിനെയും കൂട്ടി ചെയ്യാനൊരുങ്ങിയതാണ് നാളെ തന്നെ. പക്ഷേ അവർക്ക് ദൈവം ഒരു തിരിച്ചടി കൊടുത്തു. അപ്പോൾ അത് കേട്ടപ്പോൾ പ്രഭാവതിക്ക് സംശയം വരികയാണ്. നീയാണോടാ ഇതിൻ്റെ പിറകിൽ? എന്താ അമ്മ എന്നെ ഇങ്ങനെ അവിശ്വസിക്കുന്നത്? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നിന്നെ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ്. അപ്പം മോനെക്കുറിച്ച് അമ്മയ്ക്ക് നല്ല മതിപ്പാണല്ലോ. അതേടാ, നീ തന്നെയാണ് അതിൻ്റെ പിറകിലൊന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിന്നെ ഈ ലോകത്ത് വെച്ച് ഏറ്റവും കണ്ടതിൽ ഏറ്റവും വൃത്തികെട്ടവനാണ് നീ എന്ന് പറഞ്ഞപ്പോൾ അതെ അമ്മേ, എന്നെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയാൽ അത് അമ്മയാണോ ബന്ധുവാണോ അതോ അച്ഛനാണോ എന്നൊന്നും ഞാൻ നോക്കില്ല. എടാ മഹാഭാബി, നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഈ പാപങ്ങളൊക്കെ നീ എവിടെ കൊണ്ടുപോയി തീർക്കും? നീ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛനല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്നെ തടസ്സമായി നിൽക്കുന്നു, എന്നെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ആരാണെങ്കിലും അവരെ തീർക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇനി അമ്മ കണ്ടോ, ഈ ഒരു അവസരം ഞാൻ മുതലെടുക്കും. ഇനി ആ വീടിൻ്റെ എല്ലാ ചുമതലയും എനിക്കാണ്. ഇനി ആ വീട്ടിലുള്ളവരെ എല്ലാവരെയും എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അറിയാം അയാൾ ജീവനോടെ ഉണ്ടാകുമോ അതോ മരിക്കുമോ അതോ അയാൾ ഇനി ബോധമില്ലാതെ കിടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അതോടുകൂടി പ്രഭാവതിക്ക് ഇവനെ സൂക്ഷിക്കണം, ഇവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം സുഖത്തിന് വേണ്ടി ഇവൻ എന്തും ചെയ്യും എന്നുള്ളത് പ്രഭാവതിക്ക് കൂടുതൽ ശരത്തിനെ കുറിച്ച് മനസ്സിലാവുകയാണ്. അങ്ങനെ നിരഞ്ജൻ മനോഹരൻ്റെ വീട്ടിലെത്തിയിട്ട് മനോഹരൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശിയും പാർവതി അങ്ങ് തടയുകയാണ്. നിങ്ങളോട് ആരാണ് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ വിളിച്ച് പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരും വിളിച്ച് പറഞ്ഞതല്ല, എന്നെ സിദ്ധു വിളിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ എന്തിനാ വെറുതെ തടയാൻ നിൽക്കുന്നത്? എനിക്കൊന്ന് നോക്കണം, അദ്ദേഹത്തെ കണ്ടൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, നിങ്ങൾ നോക്കണ്ട, എൻ്റെ മോനെ നിങ്ങൾ നോക്കിയിട്ട് ഇല്ലാതാക്കിയില്ലേ, ഇനി നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൂടി ഇല്ലാതാക്കും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കാണണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണം എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും നിത്യ അവിടേക്ക് വരികയാണ്. എന്തിനാണ് അമ്മ വെറുതെ ഇങ്ങനെ തടസ്സം പറയുന്നത്? അച്ഛൻ അവിടെ ബോധമില്ലാതെ കിടക്കുകയാണെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലേ? ഡോക്ടർ പരിശോധിച്ചോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, ഈ ഡോക്ടർ പരിശോധിക്കേണ്ട, എൻ്റെ ഭർത്താവിനെ നോക്കാനും ചികിത്സിക്കാനും ഒക്കെ ശരത്ത് വണ്ടി വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം, ഇയാളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞ് പാർവതി തടയുകയാണ്. അപ്പോഴത്തേക്കും സിദ്ധു അവിടേക്ക് എത്താണ്. അപ്പോൾ സിദ്ധു പറയണം, അമ്മ വെറുതെ പ്രശ്നമുണ്ടാക്കാതെ മാറി നിൽക്ക്, എനിക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയുമ്പോൾ പാർവതി വീണ്ടും തടയാണ്. അപ്പോൾ അമ്മ എത്ര തന്നെ തടഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് അച്ഛനോട് ഒരുപാട് കടപ്പാടുണ്ട്. ഒന്നാമത് എൻ്റെ ഹൃദയമുള്ളത് അച്ഛൻ്റെ മകൻ്റെയാണ്, അതിനൊരു ഉത്തരവാദിത്വവും കടപ്പാടും ഈ വീടിനോട് എനിക്കുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ എൻ്റെ ക്ലയൻ്റാണ്. ഒരു ക്ലയൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിലിടപെടാനുള്ള എല്ലാ അധികാരവും അവകാശവും ഉണ്ട്. അതുകൊണ്ട് അമ്മ തടയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നിരഞ്ജനെയും കൂട്ടി പോവാൻ ഒരുങ്ങുമ്പോഴത്തേക്കും വീണ്ടും പാർവതി അങ്ങ് തടയുകയാണ്. വേണ്ട, നിങ്ങൾ ഇവിടെ നിന്നും എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ജീവനോടെ അല്ലാതെ തിരിച്ച് ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ദേവികയ്ക്കൊക്കെ തടയുന്നത് കാണുമ്പോൾ ഒന്നും പറയാനാവാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിസ്സഹായതോടു കൂടി നോക്കി നിൽക്കുകയാണ്. നിത്യയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം സിദ്ധു തന്നെ പറയുകയാണ്, അമ്മ എത്ര തന്നെ തടഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ അച്ഛനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, ഞങ്ങൾ കൊല്ലാനൊന്നുമില്ല കൊണ്ടുപോകുന്നത് അച്ഛനെ എന്ന് പറഞ്ഞ് നേരെ മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവർ മനോഹരനെ വിളിക്കുമ്പോഴൊന്നും മനോഹരന് ബോധമില്ല. അങ്ങനെ സിദ്ധുവും നിരഞ്ജനും കൂടി മനോഹരനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഈ സമയം ജയശങ്കർ നേരെ സ്വാമിക്ക് വിളിക്കുകയാണ്. എന്നിട്ട് നിരഞ്ജൻ ഇങ്ങനെ ദേവികയുടെ അച്ഛനും ബോധമില്ലാതായി അവിടേക്ക് പോവുകയാണ്, ഞാൻ തടയാൻ നോക്കിയിട്ടും അവൻ അത് അനുസരിച്ചില്ല എന്നൊക്കെ പറയും. സ്വാമി പറയണേ, എന്തിനാണ് അവിടേക്ക് പറഞ്ഞു വിട്ടത്? അല്ലെങ്കിൽ ദേവികയ്ക്കും ആ വീട്ടുകാർക്കും നിരഞ്ജൻ ഡോക്ടറോട് ദേഷ്യമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും വെറുതെ നിരഞ്ജൻ ഡോക്ടറെ കുറ്റപ്പെടുത്തുകയല്ലേ ഉണ്ടാവൂ, എന്തിനാണ് സാറ് വിട്ടത് എന്ന് പറഞ്ഞപ്പോൾ ജയശങ്കർ അതിന് ഞാൻ പറഞ്ഞ ഭാര്യയും ഭർത്താവും എന്നെ പരിഹസിക്കാനല്ലേ നിൽക്കുന്നത്, അവരത് അനുസരിക്കില്ലല്ലോ, അതുകൊണ്ട് സ്വാമി ഒന്ന് അവരെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ ജയശങ്കറിനോട് സ്വാമിയും പറയുന്നുണ്ട്, സാറ് പേടിക്കേണ്ട, ഞാൻ എന്തായാലും അവിടേക്കൊന്ന് പോവട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വാമി അവിടേക്ക് ചെല്ലാട്ടോ. അപ്പോൾ അക്ഷര ഇത് കേട്ടും കൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്കും ആ സ്വാമിയെ വിളിച്ച് എല്ലാ കാര്യവും പറഞ്ഞോ,
എനിക്കും വേണ്ട ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാ എന്ന് ജയശങ്കർ പറയുമ്പോൾ എന്തിനാണ് അച്ഛാ ആ സ്വാമിയോട് ഇക്കാര്യമൊക്കെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും അനുസരിക്കുന്നില്ലല്ലോ, അപ്പം പിന്നെ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ടേ? ഞാൻ പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ടല്ലേ നിൻ്റെ ജീവിതം തന്നെ ഇങ്ങനെ ആയത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത് നീ ആദ്യം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉപമയൊക്കെ ജയശങ്കർ പറയാണ്. അപ്പോൾ അക്ഷര പറയാണ്, എന്താണ് അച്ഛാ, അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അച്ഛൻ തടയുന്നതിലും ഒരു ന്യായം വേണ്ടേ? ന്യായമില്ലാത്തത് എങ്ങനെയാണ് ഞങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞ് അക്ഷരയും ജയശങ്കറിനെ തട്ടിക്കേറി സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവരെ ഇനി മനോഹരനുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അങ്ങനെ പരിശോധിച്ച ശേഷമാണ് മനസ്സിലാവുക മനോഹരന് ഷുഗർ കുറഞ്ഞതാണെന്നുള്ളത്. ഇതോടുകൂടി മനോഹരന് ഇനി ഒരു വശം തളരുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇനി മനോഹരൻ എത്തുക.